കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് വടകര MP ഷാഫി പറമ്പിലിനെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു. പാലക്കാട് MLA ആയിരുന്ന കാലയളവിൽ ദേശീയപാത ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ കർശന നടപടി. 2022 ജൂലൈ 24 പാലക്കാട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടത്. രാഷ്ട്രീയ സമരങ്ങളുടെ ഭാഗമായി ഉണ്ടായ കേസാണെങ്കിലും കോടതിയിൽ ഹാജരാകാൻ ഷാഫി പറമ്പിൽ ആവർത്തിച്ച് വിസമ്മതിച്ചതാണ് ഇപ്പോൾ വാറന്റ് പുറപ്പെടുവിക്കുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത്. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ MP ഓഫീസ് SFI പ്രവർത്തകർ തല്ലി തകർത്തു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് പാലക്കാട് ചന്ദ്രനഗറിൽ ദേശീയപാത ഉപരോധം നടന്നത്. ഷാഫി പറമ്പിൽ നയിച്ച ഈ സമരത്തിൽ 40ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. ദേശീയപാതയിലെ ചന്ദ്രനഗർ ചെമ്പലോട് പാലത്തിന് സമീപം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഈ സമരത്തിൽ ഷാഫി പറമ്പിലാണ് ഒന്നാം പ്രതിയായി ചേർക്കപ്പെട്ടിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അനുവാദമില്ലാതെ കൂട്ടം ചേർന്നെന്നും കാണിച്ചാണ് കസബ പോലീസ് കേസെടുത്തത്. ഈ കേസിൽ ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത നിലവിൽ ഇടതുപക്ഷ സഹയാത്രികനായ ഡോക്ടർ P സരിനും അന്ന് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയായിരുന്ന സരിൻ കേസിലെ 9ാം പ്രതിയായിരുന്നു. എന്നാൽ ഷാഫിയിൽ നിന്ന് വ്യത്യസ്തമായി P സരിൻ നേരത്തെ തന്നെ കോടതിയിൽ ഹാജരാകാൻ തയ്യാറായിരുന്നു. നിയമ നടപടികളോട് സഹകരിച്ച സരിനെ കോടതി 500 രൂപ പിഴ അടയ്ക്കാനും കോടതി പിരിയും വരെ തടവിനും ശിക്ഷിച്ചു. സരിന്റെ ശിക്ഷാ നടപടികൾ പൂർത്തിയാകിയെങ്കിലും ഒന്നാം പ്രതിയായ ഷാഫി പറമ്പിൽ കോടതി സമൻസുകൾ കൈപ്പറ്റിയിട്ടും ഹാജരാകാൻ തയ്യാറായില്ല. ജനപ്രതിനിധി എന്ന നിലയിൽ നിയമം പാലിക്കാൻ ബാധ്യസ്ഥനായ ഷാഫി കോടതി നടപടികൾ അവഗണിക്കുന്നത് ശരിയല്ലെന്ന നിരീക്ഷണത്തിലാണ് മജിസ്ട്രേറ്റ് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. കേസ് വീണ്ടും ജനുവരി 24 കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനു മുമ്പായി ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വടകര MP എന്ന നിലയിൽ പാർലമെന്റ് സമ്മേളനങ്ങളും മറ്റ് ഔദ്യോഗിക തിരക്കുകളും ഉള്ളതിനാൽ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ലെന്നാണ് ഷാഫി അനുകൂലികൾ വാദിക്കുന്നത്. എന്നാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും രാഷ്ട്രീയ നേതാവായതുകൊണ്ട് മാത്രം കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ലെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. P സരിൻ ഇതിനോടകം ശിക്ഷ സ്വീകരിച്ച കേസിൽ നിന്ന് മുക്തനായപ്പോൾ അതേ സമരത്തിന് നേതൃത്വം നൽകിയ ഷാഫി പറമ്പിൽ വാറന്റ് നേരിടുന്നത് രാഷ്ട്രീയ എതിരാളികൾ വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ സാഹചര്യം UDF-നെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അന്ന് നടന്ന ദേശീയപാത ഉപരോധം പാലക്കാട് നഗരത്തെ മണിക്കൂറുകളോളമാണ് നിശ്ചലമാക്കിയത്. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങിയത് വലിയ രീതിയിലുള്ള പൊതുജന പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഭാഗമായി ഇത്തരം സമരങ്ങൾ പതിവാണെങ്കിലും അത് നിയമപരമായ നൂലാമാലകളിൽ എത്തുമ്പോൾ കൃത്യമായി കോടതിയെ സമീപിക്കാത്തതാണ് ഷാഫിക്ക് തിരിച്ചടിയായത്. നിലവിൽ MP-ക്കെതിരെയുള്ള ഈ വാറന്റ് നടപ്പിലാക്കാൻ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. സാധാരണയായി ഇത്തരം കേസുകളിൽ പ്രതി കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യമെടുക്കാനാണ് പതിവ്. എന്നാൽ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുക എന്ന കടുത്ത നിലപാടിലേക്ക് കോടതി നീങ്ങിയത് ഷാഫിയുടെ നിസ്സഹകരണ മനോഭാവം കൊണ്ടാണെന്ന് കരുതപ്പെടുന്നു.